നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആരോടെങ്കിലും എപ്പോഴെങ്കിലും ഇത് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? നിങ്ങൾ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. എങ്ങനെയാണ് എനിക്കൊരാൾ പറയുന്നത് തിരിച്ചറിയാൻ പറ്റുന്നത്? അപ്പൊ ഇവർ വിസ്മയിച്ചു. അവർ ചോദിക്കും, ഇത് എന്നാ പരിപാടിയാണ്? ഈ പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിൽ ഭാര്യയ്ക്കും ഭർത്താവിനും പരസ്പരം മനസ്സിലാക്കാൻ പറ്റും. കുരിഞ്ചാച്ച, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ ജീവിത പങ്കാളി ഇന്നോളം മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ടോ? അടുത്തിരിക്കുന്ന ആൾക്കൊന്ന് കൈ കൊടുത്തോണ്ട് പറഞ്ഞത് പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനമാണ്. യെസ് അച്ഛാ, മദ്യപിക്കുന്നുണ്ട്, എന്താ കുഴപ്പം? ഈശോ തന്നെ കാനായിലെ വിവാഹ വിരുന്നിൽ നല്ല ഒന്നാന്തര സാധനം വാറ്റിയില്ലേ? അപ്പനെ വിളിക്കുന്നത് ഗൈസ് എന്നാണ് വിളിക്കുന്നത്, അല്ലേ? മോഡേൺ കാലഘട്ടത്തിലെ, ന്യൂജൻ കാലഘട്ടത്തിലെ പലതും തിരിച്ചറിയാൻ പറ്റുന്നില്ല. വിഷമിക്കുന്ന മാതാപിതാക്കളുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആരോടെങ്കിലും എപ്പോഴെങ്കിലും ദേ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? നിങ്ങൾ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. നീ എന്നതാ ഈ പറയുന്നേ? നീ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. നിങ്ങൾ ആരോടെങ്കിലും എപ്പോഴെങ്കിലും ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? ഉണ്ടോ? അതേ ഉള്ളൂ, അല്ലേ? വീട്ടിൽ അതല്ലേ പറയുന്നതല്ലേ? ഇത് ഞാൻ പറയുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല, ഭാര്യ പറയുക. മക്കൾ പറയാണ്, ഈ അപ്പനും അമ്മയും എന്നതായി പറയണേ? ഇവർ പറയണമൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. സഹോദരങ്ങൾ തമ്മിൽ ഇതാ പറയുന്നത്, നിങ്ങൾ എന്തുവായി പറയണം? നിങ്ങൾ പറയണമൊന്നും എനിക്ക് അങ്ങോട്ട് ദഹിക്കുന്നില്ല, എനിക്ക് മനസ്സിലാകുന്നില്ല. നമ്മൾ അനുദിന ജീവിതത്തിൽ ഇടയ്ക്കിടയ്ക്ക് ഉപയോഗിക്കുന്ന ഒരു ഭാഷാ ശൈലിയാണ്. നിങ്ങൾ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. ദേ എൻ്റെ പ്രിയപ്പെട്ടവരെ, ശ്രദ്ധിച്ചോണം. ഓൺലൈനിലൊക്കെ പങ്കെടുക്കുന്നവർ വളരെ ശ്രദ്ധിച്ച് പ്രാർത്ഥിക്കണം. ഈ ഒരു പ്രശ്നത്തിന് ഒരു പരിഹാരം തിരുവചനത്തിൻ്റെ വെളിച്ചത്തിൽ അല്പസമയം നമ്മൾ പഠിക്കാൻ പോവാ. അതായത്, എങ്ങനെയാണ് ദൈവമേ എനിക്കൊരാളെ മനസ്സിലാക്കാൻ പറ്റുന്നത്? എങ്ങനെയാണ് എനിക്കൊരാൾ പറയുന്നത് തിരിച്ചറിയാൻ പറ്റുന്നത്? നമ്മുടെ പരാതി എന്താ? നമ്മൾ പറയുന്നത് അയാൾക്ക് മനസ്സിലാവുന്നില്ല, അയാൾ പറയണം നമുക്ക് മനസ്സിലാവുന്നില്ല. കല്യാണം കഴിഞ്ഞിട്ട് അധിക നാളായിട്ടില്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരു ഭാര്യയും ഭർത്താവും അവർ പറഞ്ഞു, അച്ഛാ ഞങ്ങൾ പ്രേമിച്ച് കല്യാണം കഴിച്ചതാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര സ്നേഹ. അച്ഛാ ഞങ്ങളുടെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് എന്നും സ്നേഹത്തിൽ ഒരുമിച്ചിരിക്കണം. ഞങ്ങൾക്ക് വലിയ ആഗ്രഹമാണ്. നല്ല ആഗ്രഹമാണല്ലോ. പക്ഷെ ഈ ഭാര്യ എന്നോട് വന്നിച്ചും പറഞ്ഞു, അച്ഛാ എൻ്റെ ഒരു സങ്കടം എന്നാണെന്നറിയോ? അച്ഛാ ഈ ഇടയ്ക്കുണ്ടല്ലോ എൻ്റെ ഭർത്താവ് പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പോൾ ഭർത്താവും പറഞ്ഞു, അച്ഛാ എൻ്റെ പ്രശ്നം തന്നെ, ഇവള് പറയുന്നത് എനിക്കും മനസ്സിലാവുന്നില്ല. അപ്പം ഞാൻ എൻ്റെ ശുദ്ധഗതിക്ക് ചോദിച്ചു, നിങ്ങൾ ഏത് ഭാഷയിലാണ് സംസാരിക്കുന്നത്? അപ്പോൾ അവർ പറഞ്ഞു, അയ്യോ അച്ഛാ ഭാഷയുടെ പ്രശ്നം അല്ല അച്ഛാ, ഭാഷയുടെ പ്രശ്നം അല്ലെന്ന്. നമ്മുടെയൊക്കെ അനുദിന കുടുംബ ജീവിതത്തിൽ, കുടുംബത്തിൽ മാത്രമൊന്നുമല്ല, ഏതൊരു കമ്മ്യൂണിറ്റിയിലും, അല്ലേ? ഞങ്ങളുടെ അച്ഛന്മാരാണെങ്കിലും സിസ്റ്റേഴ്സ് ആണെങ്കിലും ഏതൊരു കമ്മ്യൂണിറ്റിയിലും ജോലി ചെയ്യുന്ന സ്ഥലത്തും നമ്മുടെയൊക്കെ ജീവിതത്തിലെ വലിയൊരു ഭാരമാണ് നമ്മൾ പറയുന്നത് മറ്റേ ആൾക്ക് മനസ്സിലാവുന്നില്ല, അവർ പറയുന്നത് നമുക്ക് മനസ്സിലാവുന്നില്ല. ദേ ഇതിങ്ങനെ പോയാൽ പറ്റത്തില്ല. ഇതിനൊരു ഉത്തരം നമ്മൾ കണ്ടെത്തണം. അതിന് നമ്മുടെ മുമ്പിൽ അപ്പസ്തോല പ്രവർത്തനം 2-ാം അധ്യായം, പന്തക്കുസ്തായുടെ അഭിഷേക ദിനത്തിൽ സംഭവിച്ച വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം ശ്രദ്ധിച്ച് പഠിച്ചു കഴിഞ്ഞാൽ ഈ വിഷയത്തിന് നമുക്കൊരു പരിഹാരം കണ്ടെത്താൻ പറ്റും. അപ്പസ്തോല പ്രവർത്തനം 2-ാം അധ്യായം അതിൻ്റെ 5 മുതലുള്ള വചനം, 5, 6, 7, 8. ആക്ട്സ് ഓഫ് ദ അപ്പോസ്റ്റൽസ് ചാപ്റ്റർ 2, 2-ാം അധ്യായം 5, 6, 7, 8. ആ വചനങ്ങൾ മുഴുവൻ നമ്മൾ പഠിപ്പിക്കുന്നത് ഈ കാര്യത്തെക്കുറിച്ചാണ്. എങ്കിലും ഈ വിഷയത്തിൻ്റെ ഗൗരവം മനസ്സിലാക്കുന്നതിന് വേണ്ടി നമ്മളിപ്പോൾ ആ വചനങ്ങളൊന്ന് വായിക്കുകയാണ്. ശ്രദ്ധിച്ച് വായിച്ചോണം. ഇനി ബൈബിൾ ഇല്ലാത്തവർ ഡോണ്ട് വറി, കേട്ടോണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിൻ്റെ ഉള്ളിൽ ഇത് കേട്ട് പഠിച്ചോണം. ഓൺലൈനിലൊക്കെ പങ്കെടുക്കുന്നവർ സാധിക്കുമെങ്കിൽ ഒരു നോട്ട് ബുക്കും പേനായും ഒക്കെ എടുത്ത് ഈ വചനങ്ങളൊക്കെ എഴുതിയെടുത്ത് പഠിച്ചോണം. നമുക്ക് ആ വചനം ഒന്ന് കേൾക്കാം. ആകാശത്തിന് കീഴുള്ള സകല ജനപദങ്ങളിൽ നിന്നും വന്ന ഭക്തരായ യഹൂദർ ജെറുസലേമിൽ ഉണ്ടായിരുന്നു. അതായത് പന്തക്കുസ്താ ദിനത്തിൽ ഇതാ ദൈവജനം ജെറുസലേമിൽ ഒരുമിച്ച് കൂടി. അടുത്ത വചനം. ആരവം ഉണ്ടായപ്പോൾ ജനം ഒരുമിച്ച് കൂടുകയും തങ്ങൾ ഓരോരുത്തരുടെയും ഭാഷകളിൽ
അപ്പസ്തോലന്മാർ സംസാരിക്കുന്നത് കേട്ട് അത്ഭുതപ്പെടുകയും ചെയ്തു. കണ്ടോ, അതായത് ഈ ഒരുമിച്ച് കൂടിയ ജനം ഉണ്ടല്ലോ, ഇവർ അത്ഭുതപ്പെടുകയാണ്. ഇവരെന്താ അത്ഭുതപ്പെടാൻ കാരണം? ഈ അപ്പസ്തോലന്മാർ പ്രസംഗിക്കുന്നത് അവരവരുടെ ഭാഷകളിൽ അവർ കേട്ടു. അവിടെയുള്ള ദൈവജനം പല സ്ഥലങ്ങളിൽ നിന്ന് വന്നവരാണ്. അടുത്ത വചനം ഒന്ന് വായിച്ചു കഴിഞ്ഞാൽ അത് അല്പം കൂടെ നമുക്ക് മനസ്സിലാവും. വായിക്കാം. അവർ വിസ്മയഭരിതരായി പറഞ്ഞു. അവർ വിസ്മയഭരിതരായി പറഞ്ഞു, ഈ സംസാരിക്കുന്നവരെല്ലാവരും ഗലീലിയരല്ലേ? ഗലീലിയരല്ലേ? നാം എല്ലാവരും താങ്കളുടെ മാതൃഭാഷയിൽ ശ്രവിക്കുന്നത് എങ്ങനെ? കണ്ടോ, അപ്പൊ ഇവർ ഈ പ്രസംഗിച്ചവര് ഇവര് ഗലീലിക്കാരാണല്ലോ. എന്നാൽ നമ്മളോ, നമ്മളുണ്ടല്ലോ, നമ്മുടെ ഭാഷയിൽ നമ്മളിത് കേൾക്കുന്നു. അല്ല, നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിക്കേ. അതായത് ഗലീലിക്കാരായിട്ടുള്ള പാവപ്പെട്ട മുക്കുവരായിട്ടുള്ള നമ്മുടെ പത്രോസ് സംഘവും പ്രസംഗിക്കുമ്പോൾ ഓരോരുത്തരും അവരവരുടെ മാതൃഭാഷയിൽ ഈ കാര്യങ്ങൾ കേൾക്കുകയാണ്. അപ്പൊ ഇത് അവരുടെ ഉള്ളിൽ ഭയങ്കര ഒരു വിസ്മയം ഉണ്ടാക്കി. ഇതെന്നാ പരിപാടിയാ, ഇതൊന്നും മനസ്സിലാകാൻ പറ്റുന്നില്ല. പ്രിയപ്പെട്ടവരെ, വചനം വായിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മുമ്പിൽ എഴുതി വെച്ചിരിക്കുന്ന ഒരു കാര്യമുണ്ട്. എന്നാണെന്നറിയാവോ? അതായത് 16-ലധികം ഭാഷ സംസാരിക്കുന്നവരെ കുറിച്ച് തൊട്ടടുത്ത വചനങ്ങൾ എഴുതിയിട്ടുണ്ട്. നിങ്ങൾക്കതൊന്നും വായിക്കാമല്ലോ. 9-ാമത്തെ വചനം ഒന്ന് വായിച്ചേ. പാർത്തിയാക്കാര് എണ്ണിക്കോണം. വലത് കൈ എടുത്ത് എണ്ണിക്കോണം. 1-ാമത്തെ ഗ്രൂപ്പ് പാർത്തിയാക്കാര്, മേദിയാക്കാര് 2, എലാമിയക്കാര് 3, മെസപ്പൊട്ടേമിയൻ ആളുകള്, യൂദയാക്കാര്, കപ്പദോക്കിയാക്കാര്, പോന്തസിലെ ആളുകള്, ഏഷ്യയിൽ നിന്ന് വന്നവര്, ഫ്രിജിയയിൽ നിന്ന് വന്നവര്, ഫാംഫിയയിൽ നിന്ന് വന്നവര്, ഈജിപ്തിൽ നിന്ന് വന്നവര്, കിറോനോയുടെയും. അപ്പൊ 2 പ്രദേശങ്ങളാണ്. അതായത് കിറോനോ എന്ന് പറയുന്ന പ്രദേശം, പിന്നെ ലിബിയ പ്രദേശങ്ങളിൽ നിന്ന് വന്നവര് നിവസിക്കുന്നവരും, റോമായിൽ നിന്നുള്ള സന്ദർശകര്, യഹൂദര്, യഹൂദമതം സ്വീകരിച്ചവര്, ക്രേത്യര്, അറേബ്യരും. കണ്ടോ, അപ്പൊ ഇപ്പൊ എത്രയേ എണ്ണിയോ? 18. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 18-ലധികം വരുന്ന സ്ഥലങ്ങളിൽ നിന്നുള്ള ആളുകൾ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. ഓരോ പ്രദേശക്കാർക്കും അവരവരുടെ ഭാഷയുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ ഇന്നലെ നമ്മുടെ ഡിവൈൻ ധ്യാന മന്ദിരത്തിൽ ഇംഗ്ലീഷ് സ്റ്റേജിൽ അവിടെ ഇന്നലെ ധ്യാനം ആരംഭിച്ചു. അതിൻ്റെ ആരംഭ ദിവസത്തിലെ ശുശ്രൂഷ. അപ്പോൾ ആരംഭ ദിവസത്തിൽ അവിടുത്തെ ശുശ്രൂഷയിൽ അത് എല്ലാ ഭാഷകളിലേക്കും ട്രാൻസ്ലേഷനുണ്ട്. ഇപ്പം ഇംഗ്ലീഷിൽ പരിശുദ്ധ കുർബാന അർപ്പിച്ച് വചന സന്ദേശം കൊടുക്കുമ്പോൾ തൊട്ടടുത്ത് നിന്നുകൊണ്ട് കന്നഡ ഭാഷയിലേക്ക് ഒരു സഹോദരി ട്രാൻസ്ലേഷൻ പ്രസംഗം, പിന്നെ കൊങ്കിണി ഭാഷയിലേക്ക്, മറ്റൊരാൾ ഹിന്ദി ഭാഷയിലേക്ക്. അപ്പോൾ അവരിങ്ങനെ നിരന്ന് നിന്ന് ട്രാൻസ്ലേഷനാണ്. ഇംഗ്ലീഷിൽ നമ്മൾ ധ്യാനത്തിൽ പങ്കെടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതിൻ്റെ തുടക്കത്തിലും അവസാനത്തിലും ഒരുമിച്ചാണ് അവർ ഒരുമിച്ച് കൂടുന്നത്. ഒരു ഭാഷയല്ല, മറിച്ച് ഒരു ഭാഷയിൽ പ്രസംഗിക്കുമ്പോൾ അവരവർക്ക് മനസ്സിലാകുന്നതിന് വേണ്ടി പല 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 ഭാഷകളാണ് കൊടുക്കുന്നത്. എന്നാൽ വചനം പറയുന്നത് എന്നാണെന്നറിയാവോ? 18-ലധികം വരുന്ന ദൈവജനം, പല ഭാഷകളിലുള്ളവർ അവർ ഒരുമിച്ച് കൂടി അവർ നിൽക്കുമ്പോൾ ഇതാ പത്രോസ്ലീഹ പ്രസംഗിക്കുന്ന ഭാഷ, പത്രോസ്ലീഹ ഒരൊറ്റ ഭാഷയിൽ പ്രസംഗിക്കുന്നുള്ളൂ. അവരെല്ലാവരും അവരവരുടെ ഭാഷകളിൽ പത്രോസിന്റെ പ്രസംഗം കേട്ടു. അപ്പൊ ഇവർ വിസ്മയിച്ചു. അവർ ചോദിക്കും, ഇതെന്നാ പരിപാടിയാന്ന്? ഇതെന്താ ഇതെങ്ങനെ ഇന്നോളം ഞങ്ങൾ കണ്ടിട്ടുമില്ല കേട്ടിട്ടും ഇല്ലാത്ത കാര്യം, ഇതെങ്ങനെ സംഭവിക്കുന്നു? അവർ വിസ്മയഭരിതരായി. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്ത് തോന്നുന്നു? എന്താ പരിപാടി? ഇവരെങ്ങനെ ഇങ്ങനെ കേട്ടെ? ഇതൊരു ആത്മീയ രഹസ്യമാണ്. പന്തക്കുസ്ത തിരുനാളിനോട് ബന്ധപ്പെട്ടൊക്കെ പഠിച്ച് പ്രാർത്ഥിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ലോകം മുഴുവൻ ഈ ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിച്ച് 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 ബലം പ്രാപിച്ചത് എന്തിനാ? ഈ ബലം പ്രാപിച്ചത് നമ്മുടെ സ്വഭാവത്തിൽ കടന്നു വരും. പരിശുദ്ധാത്മാവ് ശക്തമായിട്ട് പ്രവർത്തിക്കാൻ തുടങ്ങും. ഹല്ലേലൂയാ. വലതുകരം ഉയർത്തിപ്പിടിച്ച ഒച്ചത്തിൽ പറഞ്ഞ ഹല്ലേലൂയാ, ഹല്ലേലൂയാ.
ഈ ഒരു വചനഭാഗം നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു വചനഭാഗത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ഞാൻ ക്ഷണിക്കുകയാണ്. അത് ഉൽപ്പത്തി പുസ്തകം 11-ാം അധ്യായം 1 മുതൽ 5 വരെയുള്ള വചനഭാഗം. അതിൻ്റെ 5-ാമത്തെ വചനം ശ്രദ്ധിച്ചാലും മതി. ഉൽപ്പത്തി പുസ്തകം, ബുക്ക് ഓഫ് ജെനസിസ് ചാപ്റ്റർ 11 വേഴ്സ് 5. ഉൽപ്പത്തി പുസ്തകം 11-ാം അധ്യായം 5-ാം തിരുവചനം വായിച്ചാലോ? മനുഷ്യർ നിർമ്മിച്ച നഗരവും ഗോപുരവും കാണാൻ കർത്താവ് ഇറങ്ങി വന്നു. അതായത് ഈ വചനഭാഗം ഒന്ന് ശ്രദ്ധിച്ചേ, നിവർന്നിരുന്നേ. അതായത് മനുഷ്യരുണ്ടല്ലോ, മനുഷ്യർ ദൈവത്തെ തോൽപ്പിക്കാൻ വേണ്ടി വലിയൊരു ഗോപുരം പണിതു, വലിയ ഗോപുരം. അപ്പോൾ വലിയ ഗോപുരം പണിത് കഴിഞ്ഞപ്പോൾ ഇത് കാണാൻ വേണ്ടി ദാണ്ടെ വരുവാണ് ആര്? ദൈവം ഇങ്ങോട്ട് വരുവാണ്. എന്നിട്ട് അന്ന് അടുത്ത വചനം ഒന്ന് വായിച്ചേ. അവിടുന്ന് പറഞ്ഞു അവരിപ്പോൾ ഒരു ജനതയാണ്, അവർക്കൊരു ഭാഷയും അവർ ചെയ്യാനിരിക്കുന്നതിന്റെ തുടക്കമേ ആയിട്ടുള്ളൂ. ചെയ്യാൻ ഒരുപ്പെടുന്നതൊന്നും അവർക്കിനി അസാധ്യമായിരിക്കുകയില്ല. 7-ാമത്തെ വചനം ശ്രദ്ധിച്ചോളൂ. നമുക്ക് ഇറങ്ങിച്ചെന്ന് അവരുടെ ഭാഷ പരസ്പരം ഗ്രഹിക്കാനാകാത്ത വിധം ഭിന്നിപ്പിക്കാം. അങ്ങനെ കർത്താവ് അവരെ ഭൂമുഖത്തെല്ലാം ചിതറിച്ചു. അവർ പട്ടണം പണി ഉപേക്ഷിച്ചു. അടുത്ത വചനം. അതുകൊണ്ടാണ് ആ സ്ഥലത്തിന് ബാബേൽ എന്ന് പേരുണ്ടായത്. അവിടെ വെച്ചാണ് കർത്താവ് ഭൂമിയിലെ ഭാഷ ഭിന്നിപ്പിച്ചതും അവരെ നാടാകെ ചിതറിച്ചതും. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഉൽപ്പത്തി പുസ്തകം 11-ാം അധ്യായത്തിൽ പഠിപ്പിക്കുന്നത് ബാബേൽ സംസ്കാരത്തെ കുറിച്ചാണ്. എന്ത് സംസ്കാരം? ബാബേൽ. പറഞ്ഞേ, ആ വാക്കൊന്ന് പറഞ്ഞേ. ബാബേൽ. ബാബേൽ എന്ന വാക്കിന്റെ അർത്ഥം ബൈബിളിൽ തന്നെ അതിന്റെ ഫുട് നോട്ടിൽ എഴുതി വെച്ചിട്ടുണ്ട്. ബാബേൽ എന്ന വാക്കിന്റെ അർത്ഥം കൂട്ടിക്കുഴയ്ക്കുക, ആശയക്കുഴപ്പം സൃഷ്ടിക്കുക എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം വരുന്നത്. കൂട്ടിക്കുഴയ്ക്കുക, ആശയക്കുഴപ്പമുണ്ടാക്കുക. എന്താണ് ആ വാക്ക്? ബാബേൽ. പറഞ്ഞേ, ബാബേൽ. നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാവുന്ന സംഭവങ്ങൾ ഏതാണ്? ബാബേൽ സംസ്കാരം. ബാബേൽ സംസ്കാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാര്യം അങ്ങോട്ട് പറഞ്ഞിട്ട് അവർക്ക് മനസ്സിലാവുന്നില്ല, അവർ പറയും നമുക്ക് മനസ്സിലാവുന്നില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും ബഹളത്തോട് ബഹളം. അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും മനസ്സിലാവുന്നില്ലെന്ന് അസ്വസ്ഥരാകുന്നു. ഒന്ന് പറഞ്ഞ് രണ്ടാമത്തിന് അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുണ്ടാക്കുന്നു. കാരണം എന്താണെന്നറിയാവോ? പരസ്പരം മനസ്സിലാവുന്നില്ല. ഈ വചന ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ട കാര്യം, നിന്റെ വ്യക്തി ജീവിതത്തിൽ നീ ഈ പ്രശ്നം അഭിമുഖീകരിക്കുന്നുണ്ടോ? നിനക്ക് ഈ ക്രൈസിസ് ഉണ്ടോ? കല്യാണം കഴിച്ചവരൊക്കെയാണല്ലോ എൻ്റെ മുമ്പിൽ ഇരിക്കുന്ന ഭൂരിഭാഗം പേരും. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിക്കേ, കല്യാണം കഴിഞ്ഞിട്ട് എത്രയോ വർഷങ്ങൾ കഴിഞ്ഞു. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ ജീവിത പങ്കാളി ഇന്നോളം മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ടോ? ഉണ്ടോ ചേട്ടാ? അല്ലേ? നിങ്ങളുടെ ജീവിത പങ്കാളിയെ നിങ്ങൾക്ക് ഇന്ന് വരെ മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ടോ? നിങ്ങൾ പറയുന്നത് നിങ്ങളുടെ ജീവിത പങ്കാളിക്ക് മനസ്സിലാവുന്നുണ്ടോ? ഒരുമിച്ച് ഒരു കുരയ്ക്ക് കീഴിൽ താമസിക്കുകയാണല്ലോ. നിങ്ങളുടെ ജീവിത പങ്കാളിക്ക് നിങ്ങൾ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? എവിടെ? കഴിഞ്ഞിടയ്ക്ക് പ്രാർത്ഥിക്കാൻ വന്നപ്പോഴത്തേക്ക് ഒരു ഭാര്യയും ഭർത്താവും. അപ്പോഴത്തേക്ക് ഈ ഭാര്യ എന്നോട് പറഞ്ഞു, അച്ഛാ ചേട്ടന് പഴയ പോലെ സ്നേഹമൊന്നും ഇല്ല എന്നോട്. അച്ഛാ എന്നോടൊന്നും വർത്തമാനം പറയാൻ സമയമില്ല, എപ്പോഴും ഈ മൊബൈലും കുത്തിക്കൊണ്ടിരിക്കുക. എന്നോടൊരു വാക്ക് പോലും പറയാനായിട്ട് സമയമൊന്നുമില്ല, എന്നെ പരിഗണിക്കുന്നില്ല, എന്നെ സ്നേഹിക്കുന്നില്ല. അപ്പോൾ ഉടനെ തന്നെ ഈ ഭർത്താവ് പറഞ്ഞു, അയ്യോ അച്ഛാ അവൾ വെറുതെ പറയുക, ഞാൻ അവളെ പരിഗണിക്കുന്നുണ്ട്, സ്നേഹിക്കുന്നുണ്ട്. അപ്പോൾ ഉടനെ ഭാര്യ പറഞ്ഞു, പിന്നെ എന്നെ ഒന്ന് സ്നേഹത്തോടെ എന്നെ ഒന്ന് വിളിക്കത്ത് പോലും ഇല്ല അച്ഛാ. അപ്പോൾ ഉടനെ ഞാൻ ചോദിച്ചു, അപ്പോൾ എന്നതാ വിളിക്കുന്നത്? അയ്യോ അച്ഛാ, ഭർത്താവ് പറഞ്ഞു, ഞാൻ ഇപ്പോഴും ഇവളെ മോളെ എന്നാ വിളിക്കുന്നത്. കല്യാണം കഴിച്ചപ്പോൾ മുതൽ എന്താ വിളിക്കുന്നത്? മോളെ എന്നാ വിളിക്കുന്നത്. ഭാര്യ പറഞ്ഞു, ശരിയാ, മോളെ എന്നാ ഇപ്പോഴും വിളിക്കുന്നത്. പക്ഷെ ആ വിളിക്കുന്നതിന് മുമ്പും ശേഷവും ഡാഷ് മോളെ എന്ന് ചേർക്കും, അത്രയേ ഉള്ളൂ. വേറെ ഒരു സാധനം അതിൻ്റെ കൂട്ടത്തിൽ ചേർക്കും. കാലം മാറിയെന്ന്. കല്യാണം കഴിഞ്ഞപ്പോഴേ ആദ്യ നാളുകളിൽ മോളെ എന്ന് വിളിക്കുമ്പോൾ മധുരകരമായിരുന്നു. ഇപ്പം അതിൻ്റെ ടോണൊക്കെ മാറി.
എന്ന് മാത്രമല്ല മോളെ എന്നാന്ന് മനസ്സിലായല്ലോ അല്ലേ? അതായത് അതിൻ്റെ വിളി അങ്ങോട്ട് മാറിയെന്ന്, രീതികൾക്കൊരു വ്യത്യാസം വന്നു. ഇപ്പൊ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാകുന്നില്ല. പണ്ടെങ്ങനെയായിരുന്നു? ഒരു നോട്ടം കൊണ്ട് മനസ്സിലാകുമായിരുന്നു, അങ്ങനെയല്ലേ? ഒരു നോട്ടം കൊണ്ട് മനസ്സിലാകുമായിരുന്നു, ഒരു ചലനം കൊണ്ട് മനസ്സിലാക്കിപ്പിക്കുമായിരുന്നു. ഇപ്പോഴോ എവിടെ നമ്മളെ തൊട്ടടുത്ത് നിന്ന് അലറിയിട്ട് മനസ്സിലാവുന്നില്ല അല്ലേ? വീട്ടിലൊക്കെ അങ്ങനെയല്ല, തല ചെറിഞ്ഞോണ്ടല്ല ചേച്ചിയൊക്കെ പറയണം, ഈ മനുഷ്യന് ഞാൻ പറഞ്ഞിട്ട് മനസ്സിലാവുന്നില്ലേ, അലർച്ചയാണ്. തൊട്ടടുത്ത് നിൽപ്പുണ്ട് ഭർത്താവ്, മനസ്സിലാവണ്ടേ. എൻ്റെ പ്രിയപ്പെട്ടവരെ, എങ്ങനെയാ മനസ്സിലാകാതെ പോകുന്നത്? എങ്ങനെയാ ഈ ബാബേൽ സംസ്കാരം വരുന്നത്? അപ്പസ്തോല പ്രവർത്തന പുസ്തകത്തിൽ പറയുന്നു, പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ച ഇടത്ത് ഇതേ 18ലധികം ഭാഷ സംസാരിക്കുന്ന ദൈവജനം അവരവരുടെ ഭാഷകളിൽ കേട്ടു. പരിശുദ്ധാത്മാവ് എവിടെ പ്രവർത്തിക്കുന്നുവോ അവിടെ ഭാഷകൾ ഒന്നാക്കപ്പെടും, അവിടെ സ്നേഹമുണ്ടാകും. വലതുകര ഉയർത്തി ഉച്ചത്തിൽ വിളിച്ച് പരിശുദ്ധാത്മാവേ, പോരാ, ഉച്ചത്തിൽ വിളിച്ച പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, ഹല്ലേലൂയ. അപ്പൊ നമ്മുടെ ജനം, ജെറുസലേമിൽ തടിച്ചുകൂടിയ ജനം പത്രോസിനോട് ചോദിക്കുകയാണ്, എൻ്റെ പത്രോസ് ഇതെന്നാ പരിപാടിയാ? അപ്പൊ കുറച്ചവന്മാര് കൂട്ടത്തിൽ നിന്നിട്ട് പറഞ്ഞേ, ഇവരുമാര് സംസാരിക്കുന്നത് ഇവര് മദ്യപിച്ചിട്ടാണ്. അപ്പസ്തോല പ്രവർത്തനം 2-ാം അധ്യായം അതിന്റെ 12ഉം 13ഉം തിരുവചനങ്ങളൊന്ന് വായിച്ചേ. ഇതിന്റെ എല്ലാം അർത്ഥമെന്ത് എന്ന് പരസ്പരം ചോദിച്ചുകൊണ്ട് എല്ലാവരും വിസ്മയിക്കുകയും പരിഭ്രമിക്കുകയും ചെയ്തു. അവരെല്ലാവരും വിസ്മയിച്ചു, അവർക്കൊന്നും മനസ്സിലാവുന്നില്ല. ഇതെന്താണ്? ഇത്രയധികം ജനം ഇവിടെ നിൽക്കുന്നു, അവരവരുടെ ഭാഷകൾ കേൾക്കുന്നു, ഇതെന്റെ പരിപാടി എന്താണ്? അടുത്ത വചനം വായിച്ചേ. എന്നാൽ മറ്റു ചിലർ പരിഹസിച്ചുകൊണ്ട് പറഞ്ഞു, പുതുവീഞ്ഞു കുടിച്ച് അവർക്ക് ലഹരി പിടിച്ചിരിക്കുകയാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവര് മദ്യപിച്ചിട്ടുണ്ടെന്ന്, ഇവര് ലഹരി പിടിച്ചവരാണെന്ന്, ഇവര് മദ്യപിച്ചിട്ടുണ്ടെന്ന്. ഇവര് മദ്യപിച്ച് ബോധമില്ലാതെയാണ് സംസാരിക്കുന്നതെന്ന്. പത്രോസിനെയും കൂട്ടാളികളെയും നോക്കിക്കൊണ്ട് അവിടെ നിൽക്കുന്ന ആളുകൾ ഇങ്ങനെ പറഞ്ഞപ്പോൾ തൊട്ടടുത്ത വചനം വായിച്ച് പത്രോസ്ലീഹ ഒരു കാര്യം പറയുന്നുണ്ട്. വായിച്ച് 14-ാം വചനം. പത്രോസ് മറ്റു 11 പേരോടുമൊപ്പം എഴുന്നേറ്റ് നിന്ന് ഉച്ചസ്വരത്തിൽ അവരോട് പറഞ്ഞു, യഹൂദ ജനങ്ങളെ, ജെറുസലേമിൽ വസിക്കുന്നവരെ, ഇത് മനസ്സിലാക്കുവിൻ, എന്റെ വാക്കുകൾ ശ്രദ്ധിക്കുവിൻ. ഹല്ലേലൂയാ. പത്രോസ് എഴുന്നേറ്റ് നിന്നു. പത്രോസ് എഴുന്നേറ്റ് നിന്നിട്ട് എല്ലാവരോടും പറഞ്ഞ്, എന്നെ ഒന്ന് ശ്രദ്ധിക്കണം, എന്നെ ഒന്ന് കേൾക്കണം, ഞാനൊരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ പോവാണ്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അടുത്തിരിക്കുന്ന ആളെ ഒന്ന് തട്ടിക്കൊണ്ട് പറഞ്ഞ്, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, കേൾക്കാൻ പറ. ഒന്ന് അടുത്തിരിക്കുന്ന ആളെ ഒന്ന് തട്ട്. ഒന്നും ചെയ്യത്തില്ലെന്നേ പാവം. അടുത്ത് വിളിച്ചിട്ട് പറ, ഒന്ന് കേൾക്കാൻ പറ, ഇത് വളരെ പ്രധാനപ്പെട്ട. പത്രോസ്ലീഹ അടുത്തിരിക്കുന്നവരെയൊക്കെ വിളിച്ചിട്ട് പറഞ്ഞതേ, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ പറയാൻ പോണേ, നിങ്ങൾ ഇത് കേൾക്കണം. എന്നിട്ട് എന്താ പത്രോസ് പറഞ്ഞത് കേട്ടെ. നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഇവർ ലഹരി പിടിച്ചവരല്ല. അതായത് നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഞങ്ങളുണ്ടല്ലോ മദ്യപിച്ചവരല്ല. കാരണം ഇപ്പോൾ ദിവസത്തിന്റെ 3-ാം മണിക്കൂറല്ലേ. ഇപ്പൊ വല്ലവരും കുടിക്കാൻ സമയമൊന്നും ആയിട്ടില്ലെന്ന്, ഇപ്പോഴൊന്നും അല്ലെന്ന്. അടുത്തത്, മറിച്ച് ജോയേൽ പ്രവാചകൻ പറഞ്ഞതാണിത്. മറിച്ച് സംഭവത്തിനൊരു കാര്യമുണ്ടെന്ന്. അതായത് ഇത് ജോയേൽ പ്രവാചകൻ പറഞ്ഞൊരു കാര്യമാണ്. ജോയേൽ പ്രവാചകൻ പറഞ്ഞൊരു കാര്യമാണ് ഇപ്പോൾ സംഭവിക്കുന്നത്. ഹല്ലേലൂയാ. എന്നതാണാവോ ജോയേൽ പ്രവാചകൻ പറഞ്ഞത്? ഒന്ന് വായിച്ച തൊട്ടടുത്ത വചനത്തിൽ ജോയേൽ പ്രവാചകന്റെ വചനമുണ്ട്, വായിച്ചോളൂ. ദൈവം അരുളി ചെയ്യുന്നു, അവസാന ദിവസങ്ങളിൽ എല്ലാ മനുഷ്യരുടെ മേൽ എന്റെ ആത്മാവിനെ ഞാൻ വർഷിക്കും. നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. നിങ്ങളുടെ യുവാക്കൾക്ക് ദർശനങ്ങൾ ഉണ്ടാകും. നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കാണും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്റെ പ്രിയപ്പെട്ടവരെ,
പത്രോസ്ലീഹ പറയാണ്, ദേ ഇപ്പൊ ഈ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ മദ്യപിച്ചിട്ടുള്ള ലഹരിയല്ല, മറിച്ച് ഇത് പരിശുദ്ധാത്മാവിന്റെ ഒരു പ്രവർത്തനമാണ്. ഹല്ലേലൂയാ. ഹല്ലേലൂയ. അടുത്തിരിക്കുന്ന ആൾക്കൊന്ന് കൈ കൊടുത്തോണ്ട് പറഞ്ഞു, ഇത് പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനമാണ്. യെസ്, ഇത് പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനമാണ്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഹല്ലേലൂയ. അതായത് ഇപ്പൊ ഞങ്ങൾ പ്രസംഗിക്കുമ്പോൾ 18-ലധികം വരുന്ന ദൈവജനം, പല ഭാഷകളിലുള്ളവർ ഇപ്പോൾ ഈ വചനം കേൾക്കുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം ഇത് പരിശുദ്ധാത്മാവിന്റെ ഒരു പ്രവർത്തനമാണ്. നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഞങ്ങൾ ലഹരി പിടിച്ചവരല്ല, ഞങ്ങളുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവുണ്ട്. ഹല്ലേലൂയാ. ഹല്ലേലൂയ. മറ്റൊരു വാക്കിൽ പറഞ്ഞാലുണ്ടല്ലോ, പത്രോസ്ലീഹ ലഹരി, സ്പിരിറ്റ് എന്ന വാക്കിനൊരു അർത്ഥം കൊടുക്കുകയാണ്. ഏത് സ്പിരിറ്റ്? ഏത് സ്പിരിറ്റ്? ഹോളി സ്പിരിറ്റ്. ഹോളി സ്പിരിറ്റ്. പറഞ്ഞേ, ഏത് സ്പിരിറ്റ്? ഹോളി സ്പിരിറ്റ്. ലഹരി ബൈബിളിൽ പുതിയൊരു വ്യാഖ്യാനം പത്രോസ്ലീഹ കൊടുക്കുവാണ്. മനസ്സിലായില്ലല്ലേ? ദേ ശ്രദ്ധിച്ചു പഠിച്ചോണേ. കാനായിലെ വിവാഹ വിരുന്നിൽ എന്താണ് അത്ഭുതം സംഭവിച്ചത്? പറഞ്ഞേ, എന്താണ് അത്ഭുതം? കാനായിലെ വിവാഹ വിരുന്നിൽ അത്ഭുതം എന്താ? യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായം അതിൻ്റെ 11-ാം തിരുവചനം ഒന്ന് വായിച്ചാൽ ഒരു കാര്യം പഠിക്കാം. സെന്റ് ജോൺസ് ഗോസ്പൽ ചാപ്റ്റർ 2 വേഴ്സ് 11. യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായം അതിൻ്റെ 11-ാം തിരുവചനം വായിച്ചോളൂ. യേശു ആ തന്റെ മഹത്വം വെളിപ്പെടുത്തുന്നതിന് പ്രവർത്തിച്ച ആ. അടയാളങ്ങളുടെ ആരംഭമാണ് ഗലീലയിലെ കാനായിൽ ചെയ്ത ഈ അത്ഭുതം. അവന്റെ അടയാളങ്ങളുടെ ആരംഭമാണ് ഈ അത്ഭുതം. അടയാളങ്ങളുടെ ആരംഭം. പറഞ്ഞേ, അടയാളം. പറഞ്ഞേ, അടയാളം, സൈൻ. അടയാളങ്ങളുടെ ആരംഭമാണ് ഈ അത്ഭുതം എന്ന് പറഞ്ഞാൽ കാനായിലെ വിവാഹ വിരുന്നിൽ നടന്ന അത്ഭുതം അത് അത്ഭുതത്തിന് വേണ്ടിയുള്ളതല്ല, മറിച്ച് ഇറ്റ് ഈസ് എ സൈൻ, മിറക്കിൾ. ഇറ്റ് ഈസ് എ സൈൻ. ഇതൊരു അടയാളമാണ്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അതൊരു അടയാളമാണ്. എല്ലാ അത്ഭുതങ്ങളും ഒരു അടയാളമാണ്. പറഞ്ഞേ, എല്ലാ അത്ഭുതങ്ങളും ഒരു അടയാളമാണ്. അടുത്തിരിക്കുന്ന ആളോടൊന്ന് പറഞ്ഞു കൊടുത്തേ, എല്ലാ അത്ഭുതങ്ങളും ഒരു അടയാളമാണ്. അത്ഭുതങ്ങൾ അത്ഭുതങ്ങൾക്ക് വേണ്ടിയല്ലെന്ന് ഇത് മനസ്സിലാക്കണം. അല്ലെങ്കിൽ എന്ത് പറ്റും? തെറ്റുപറ്റിപ്പോവും. ഒരത്ഭുതവും അത്ഭുതത്തിന് വേണ്ടിയല്ല, മറിച്ച് എല്ലാ അത്ഭുതങ്ങളും ഒരു അടയാളമാണ്. വചനത്തിൽ ഈശോ പറയാണ്, കാനായിലെ വിവാഹ വരുന്നതിൽ ഈശോ ചെയ്ത പ്രവൃത്തി എന്താ ചെയ്ത? ഈശോ ചെയ്ത പ്രവൃത്തി പറഞ്ഞേ, അറിയാമല്ലോ. എന്താ ചെയ്തത്? ഈശോ വെള്ളം വീഞ്ഞാക്കി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഇനി നിങ്ങൾ വീഞ്ഞു കുടിച്ചോണം. ആണോ? കേട്ടിട്ടില്ലേ? ചേട്ടൻ കേട്ടിട്ടില്ലേ? എന്നോട് പലരും പറഞ്ഞിട്ടുണ്ട്, അച്ഛാ മദ്യപിക്കുന്നതുകൊണ്ട് എന്താ കുഴപ്പം? ഈശോ തന്നെ കാനായിലെ വിവാഹ വരുന്നിൽ നല്ല ഒന്നാന്തര സാധനം വാറ്റിയില്ലേ, പിന്നെ നമുക്ക് വാറ്റിയാൽ എന്താ കുഴപ്പം? കേട്ടിട്ടുണ്ടോ? ഞാൻ കേട്ടിട്ടുണ്ട്. ഈശോ തന്നെ നല്ല ഒന്നാന്തര സാധനം വാറ്റിക്കൊടുത്തെന്ന്, പിന്നെ എന്താ കുഴപ്പമെന്ന്. ഈശോ നല്ല ഒന്നാന്തര വാറ്റുകാരനായിരുന്നു എന്നൊക്കെ കേട്ടിട്ടുണ്ട് അല്ലേ? ഇങ്ങനെ പല വ്യാഖ്യാനങ്ങളും കേട്ടിട്ടുണ്ട്. എൻ്റെ പ്രിയപ്പെട്ടവരെ, കാനായിലെ വിവാഹ വിരുന്നിൽ നടന്ന സംഭവം, ഈ അത്ഭുതം എന്നതാ? വചനം പറയുന്നു, അത്ഭുതം അതൊരു അടയാളമായിരുന്നു. മിറക്കിൾ, ഇറ്റ് ഈസ് എ സൈൻ. ഹല്ലേലൂയാ. സ്വരം ഉയർത്തി പറഞ്ഞ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. എല്ലാ അത്ഭുതങ്ങളും ഒരു അടയാളമാണ്. വലതുകര ഉയർത്തി പറഞ്ഞേ, എല്ലാ അത്ഭുതങ്ങളും. ഒച്ചത്തെ പറ, എല്ലാ അത്ഭുതങ്ങളും ഒരു അടയാളമാണ്. ഹല്ലേലൂയാ. ഉദാഹരണത്തിന് ദേ, ഞാൻ ഈ ചേച്ചിക്ക് ഒരു പൂ ഇങ്ങനെ സ്നേഹത്തോടെ റോസാപ്പൂ നൽകുന്നു. അർത്ഥം എന്താ? സ്നേഹത്തിന്റെ ഭാഗമാണ്. അല്ലേ? നിങ്ങൾ ഒരാളെ കൈ കൊടുത്തുകൊണ്ട് ഒരാളെ ഗുഡ് മോർണിംഗ്, പ്രൈസ് ദി ലോർഡ് എന്നൊക്കെ പറയുമ്പോൾ അർത്ഥം എന്താ? നിങ്ങൾ ഒരാളെ അംഗീകരിക്കുന്നതിൻ്റെ, സ്നേഹിക്കുന്നതിൻ്റെ ഭാഗമാണ്. ഇതൊരു അടയാളമാണ്. ഉദാഹരണത്തിന് പോട്ട ആശ്രമത്തിലേക്ക് വരാൻ വേണ്ടിയിട്ട് ചാലക്കുടിയിൽ നിന്ന് ഇങ്ങോട്ട് പോരുമ്പോൾ അവിടെ ഒരു ബോർഡ് വെച്ചിരിക്കുന്നു, പോട്ട ആശ്രമത്തിലേക്ക് 1 കിലോമീറ്റർ എന്ന് പറഞ്ഞ അർത്ഥം എന്താ? അതൊരു സൈൻ ബോർഡാണ്, അതൊരു അടയാളമാണ്. എന്തിൻ്റെ അടയാളം? അവിടെയാണോ പോട്ട? അല്ല, പോട്ടയിൽ ആശ്രമം ഇരിക്കുന്നത് 1 കിലോമീറ്റർ അങ്ങോട്ട് പോകണം. ഇതൊരു അടയാളമാണ്. കാനായിലെ വിവാഹ വിരുന്നിൽ ഈശോ പ്രവർത്തിച്ചത് ഒരു അടയാളമാണ്. വെള്ളത്തെ വീഞ്ഞാക്കി മാറ്റി. ഈ വീഞ്ഞ് എന്ന് പറയുന്ന സാധനം എന്തുവാ? വീഞ്ഞ്, വൈൻ, അത് സ്പിരിറ്റാണ്.
ഈശോ എന്താക്കി മാറ്റി? വാട്ടർ ടേൺഡ് ഇൻ ടു സ്പിരിറ്റ്. വെള്ളത്തെ സ്പിരിറ്റ് ആക്കി മാറ്റി, ലഹരിയാക്കി മാറ്റി. ഹല്ലേലൂയാ. ഹല്ലേലൂയ. വെള്ളത്തെ എന്താക്കി മാറ്റി? ലഹരിയാക്കി മാറ്റി. ലഹരി സ്പിരിറ്റ്. ഇനി നിങ്ങൾ പഠിച്ചോണേ, അപ്പസ്തോല പ്രവർത്തന പുസ്തകത്തിൽ 2-ാം അധ്യായത്തിൽ പത്രോസ്ലീഹ കൃത്യം വ്യക്തമായി ലഹരി എന്ന വാക്കിനൊരു കൃത്യമായിട്ടുള്ളൊരു വ്യാഖ്യാനം കൊടുക്കുന്നു. ഈ ലഹരി എന്ന് പറഞ്ഞാൽ ഏത് ലഹരി? പറ. പരിശുദ്ധാത്മാവാകുന്ന ലഹരി. ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവാകുന്ന ലഹരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാനായിലെ വിവാഹ വിരുന്നിൽ ഈശോ ചെയ്ത പ്രവൃത്തി എന്താ? ആ ദമ്പതികൾക്ക് ഈശോ സമ്മാനമായിട്ട് കൊടുത്തത് എന്താ? പരിശുദ്ധാത്മാവിനെ. ഹല്ലേലൂയാ, ഹല്ലേലൂയ. ഹല്ലേലൂയാ. ഹല്ലേലൂയ. എല്ലാ വിവാഹ അവസരത്തിലും പരിശുദ്ധ അൾത്താരയിൽ നിന്ന് ആ സ്ത്രീയുടെയും പുരുഷന്റെയും ജീവിതത്തിലേക്ക് പരിശുദ്ധ അൾത്താര സമ്മാനമായിട്ട് കൊടുക്കുന്ന എന്നതാ? പരിശുദ്ധാത്മാവിനെ. ഹല്ലേലൂയാ. ഹല്ലേലൂയ. കല്യാണം കഴിച്ചവരൊന്ന് കൈപൊക്കിക്കേ. പകുതി കല്യാണം അല്ല, ഫുൾ കല്യാണം കഴിച്ചവര് മാത്രം. ദേ, നിങ്ങളും ഏതോ ഒരു അൾത്താരുടെ മുമ്പിൽ നിന്നല്ല കല്യാണം സ്വീകരിച്ചത്, അല്ലേ? ഭാര്യയും ഭർത്താവും. കത്തോലിക്ക തിരുസഭ പഠിപ്പിക്കുന്നു 2 പേരല്ല 3 പേരാണ് വിവാഹത്തിൽ ഒരുമിച്ച് ചേർക്കപ്പെടുന്നത്. അതാരെ ഈ മൂന്നാമത്തെ ആള്? അവിടെ നിന്ന് അച്ഛൻ ആണോ? അല്ല. പിന്നെ കപ്പിയാരി, സാക്രിസ്റ്റ് ആണോ? അല്ലെന്ന്. വേറെ ആരാ? പാട്ടുകാരി ആണോ? അല്ലെന്ന്. പിന്നെ ആരാ? വീഡിയോഗ്രാഫർ ആണോ? അല്ല. പിന്നെ ആരാ? പരിശുദ്ധാത്മാവ്. ഫുൾട്ടൻ ജെ ഷീൻ എന്ന് പറയുന്ന ആരാണ്? വെപ്പോലുള്ളവർ പറഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല, ഷീൻ എന്ന് പറഞ്ഞാൽ മതി. ഫുൾട്ടൻ ജെ ഷീൻ എന്ന് പറയുന്ന ഒരു ദൈവശാസ്ത്രജ്ഞനുണ്ട്, ഒരു അമേരിക്കൻ ദൈവശാസ്ത്രജ്ഞനാണ്, തിയോളജിയൻ. അപ്പൊ ഇദ്ദേഹത്തിന്റെ ഒരു പുസ്തകം തന്നെയുണ്ട്, ഒരു പഠിപ്പിക്കുന്ന ഒരു മേഖല തന്നെയുണ്ട്. വിവാഹത്തിൽ 3 പേർ, ഭാര്യയും ഭർത്താവും പരിശുദ്ധാത്മാവും. സ്ത്രീയും പുരുഷനും, നടുക്കാരാ? പരിശുദ്ധാത്മാവ്. ഈ പരിശുദ്ധാത്മാവാണ് 2 പേരെയും ചേർക്കുന്നത്. പരിശുദ്ധാത്മാവാണ് ലഹരി. ഹല്ലേലൂയ. ഈ പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിൽ ഭാര്യയ്ക്കും ഭർത്താവിനും പരസ്പരം മനസ്സിലാക്കാൻ പറ്റും. പുരിഞ്ചാച്ച, എന്തുകൊണ്ടാണ് പരസ്പരം മനസ്സിലാകാതെ പോകുന്നത്? കാരണം ആബ്സെൻസ് ഓഫ് ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം മനസ്സിലാക്കുന്നില്ല. വിവാഹത്തിന്റെ ആദ്യ നാളുകളിൽ പരസ്പരം മനസ്സിലാകിയിരുന്നു. എന്നാൽ നാളുകൾ മുന്നോട്ട് നീങ്ങുമ്പോൾ പല കുടുംബങ്ങളിലും എന്തുപറ്റി? പച്ചവെള്ളമായി വീണ്ടും പോയി. പണ്ടൊരിക്കൽ വീഞ്ഞായി മാറിയത് ഇപ്പൊ വീണ്ടും പച്ചവെള്ളമായി മാറി. ലഹരി നഷ്ടപ്പെട്ടു. എൻ്റെ പ്രിയപ്പെട്ട ദൈവജനമേ, ഈ കാലഘട്ടത്തിൽ നമ്മൾ പഠിക്കേണ്ട കാര്യം, ഈ പരിശുദ്ധാത്മാവിനെ ചേർത്ത് പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് പരസ്പരം ഭാഷകൾക്ക് മനസ്സിലാക്കാനുള്ള കൃപ കിട്ടും. ഹല്ലേലൂയ. നോട്ടം കൊണ്ട് മനസ്സിലാക്കാൻ പറ്റും, ഒരു ചലനം കൊണ്ട് മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ട് ഇപ്പോൾ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ആരെങ്കിലും, എൻ്റെ ദൈവമേ, എൻ്റെ ജീവിത പങ്കാളിക്ക് ഞാൻ പറഞ്ഞിട്ട് മനസ്സിലാവുന്നില്ലല്ലോ, എൻ്റെ മക്കൾക്ക് മനസ്സിലാവുന്നില്ലല്ലോ, അവർ പറഞ്ഞിട്ട് ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ലല്ലോ എന്ന് ഭാരപ്പെടുന്നുണ്ട്, സങ്കടപ്പെടുന്നുണ്ടെങ്കിൽ ആരോട് പ്രാർത്ഥിച്ചാൽ മതി? പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിച്ചാൽ മതി. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ എന്ന് പ്രാർത്ഥിക്കുന്നതനുസരിച്ച് ഹോളി സ്പിരിറ്റ് ഈസ് ദ സ്പിരിറ്റ്. ലഹരിയാണ്. പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ പ്രവർത്തിക്കുമ്പോൾ നമുക്ക് മറ്റുള്ളവരെ മനസ്സിലാക്കാൻ, അവരുടെ ഭാഷകൾ മനസ്സിലാക്കാൻ, അവരുടെ ജീവിതം മനസ്സിലാക്കാനുള്ള കൃപ കിട്ടും. ഇല്ലെങ്കിൽ നിസ്സാരപ്പെട്ട കാര്യങ്ങൾക്ക് പോലും വെറുതെ വഴക്കടിച്ച് സമയം കളയും. അപ്പൻ ഉപദേശിക്കുമ്പോൾ മക്കൾ പറയും തന്ത വൈബാണ് ഈ പറയുന്നത്, അല്ലേ? അമ്മ ഉപദേശിക്കുമ്പം പറയും തള്ള വൈബാണ്. കാലം മാറി, മക്കൾക്കൊന്നും നമ്മൾ പറയുന്ന ഭാഷ മനസ്സിലാവുന്നില്ല. ഉണ്ടോ? അപ്പനെ വിളിക്കുന്നത് ഗൈസ് എന്നാണ് വിളിക്കുന്നത്, അല്ലേ? അവരുടെ ഭാഷകളൊക്കെ മാറി, അവരുടെ ശൈലികൾക്കൊക്കെ മാറി. പരിശുദ്ധാത്മാവിനെ കൂട്ടിന് പിടിച്ചാൽ, പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ എന്ന് വിളിച്ചാൽ, പത്രോസ്ലീഹ പ്രസംഗിച്ചുകൊണ്ട് നിന്നപ്പോൾ 18-ലധികം വരുന്ന വ്യത്യസ്തമായ ഭാഷ സംസാരിക്കുന്ന ദൈവജനം അവരവരുടെ ഭാഷകളിൽ കേട്ടതുപോലെ നീയും പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ നമ്മുടെ വീട്ടിൽ വലിയ സ്നേഹമുണ്ടാകും, പരസ്പരം മനസ്സിലാക്കാൻ പറ്റും. വിശ്വസിക്കുന്നവർ 2 കരങ്ങൾ സ്വർഗത്തിലേക്കൊന്ന് ഉയർത്തിപ്പിടിച്ചേ, നന്നായിട്ടൊന്ന് ഉയർത്തിപ്പിടിച്ചേ. കണ്ണുകളടച്ചോളൂ.
ഓൺലൈനിൽ പങ്കെടുക്കുന്നവരും 2 കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് ഈ നിമിഷം പ്രാർത്ഥിക്കുക. നിങ്ങളുടെ വീട്ടിൽ, നിങ്ങളുടെ ചുറ്റുവട്ടത്ത് നിങ്ങൾക്ക് പരസ്പരം മനസ്സിലാക്കാൻ പറ്റാത്ത വണ്ണം ഭാരമുണ്ടോ? ഒരുപക്ഷെ ജീവിത പങ്കാളിയെ മനസ്സിലാക്കാൻ പറ്റുന്നില്ല, അവളുടെ ഭാഷ മനസ്സിലാവുന്നില്ല, അവളുടെ പെരുമാറ്റം മനസ്സിലാവുന്നില്ല, മക്കളെ മനസ്സിലാക്കാൻ പറ്റുന്നില്ല, മോഡേൺ കാലഘട്ടത്തിലെ ന്യൂജൻ കാലഘട്ടത്തിലെ പലതും തിരിച്ചറിയാൻ പറ്റുന്നില്ല, വിഷമിക്കുന്ന മാതാപിതാക്കളുണ്ട്. മക്കളുടെ ഭാഷ മനസ്സിലാവുന്നില്ല, സഹോദരങ്ങളെ മനസ്സിലാവുന്നില്ല. 2 കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ചോളൂ. ഓൺലൈനൊക്കെ പങ്കെടുക്കുന്നവർ നിങ്ങളായിരിക്കുന്നിടങ്ങളിൽ 2 കരങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ എന്നിങ്ങനെ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കട്ടെ. നാവ് തുറന്ന് പ്രാർത്ഥിക്കട്ടെ. പരിശുദ്ധാത്മാവേ എന്ന് വിളിച്ചൊന്ന് പ്രാർത്ഥിക്കട്ടെ. ഒരു ദൈവത്തിൻ്റെ ആത്മീയ ചൈതന്യം ഈ ശുശ്രൂഷ സമയത്ത് ദൈവജനത്തിലേക്ക് വെളിപ്പെടട്ടെ. എല്ലാ തടസ്സങ്ങളും മാറട്ടെ. കാനായിലെ വിവാഹ വിരുന്നിൽ വെള്ളം വീഞ്ഞാക്കിക്കൊണ്ട് അത്ഭുതം പ്രവർത്തിച്ച ദൈവ സാന്നിധ്യം എൻ്റെ വീട്ടിലും പ്രവർത്തിക്കട്ടെ. എൻ്റെ വീട്ടിലെ എല്ലാ തകർച്ചകളിലും പരിശുദ്ധാത്മാവേ ഒരു വിടുതൽ നൽകണമേ. പരസ്പരം മനസ്സിലാക്കാനുള്ള കൃപ നൽകി പരിശുദ്ധാത്മാവെ അനുഗ്രഹിക്കണമേ. പിതാവിൻ്റെയും